നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ കളക്ടർ അനുപമയായിരുന്ന സ്വന്തം ജോലി കൃത്യമായി നിർവഹിച്ച് മലയാളിയുടെ പ്രിയപ്പെട്ട കളക്ടർ TV അനുപമ ഇന്നു മുതൽ വർഗീയവാദികൾക്ക് അനുപമ ക്ലിൻസൺ ജോസഫാണ്. തൃശൂർ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിൽ കൃത്യമായ നടപടിയെടുത്തതിനു ശേഷം വന്ന മാറ്റമാണിത്. അനുപമ ക്രിസ്ത്യാനിയാണെന്നും അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുത്തത് എന്നാണ് BJP ആരോപണം. കളക്ടർക്കെതിരെ കടുത്ത സൈബർ ആക്രമണവും അഴിച്ചുവിട്ടിരിക്കുകയാണ് സംഘപരിവാറുകാർ. ഭർത്താവിന്റെ പേരുകൂടി ചേർത്ത് അനുപമ ക്ലിൻസൺ ജോസഫ് എന്ന പേര് മാറ്റി ഫേസ്ബുക്കിലും മറ്റും തെറിവിളിയുമായി വികല ന്യായീകരണങ്ങൾ നിരത്തുകയാണ് സംഘമിത്രങ്ങൾ. വനിതാ മതിലിൽ പങ്കെടുത്ത സ്ത്രീപക്ഷ ചിന്താരീതിയും ആദർശങ്ങളും വ്യക്തമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കറയില്ലാത്ത മനുഷ്യപക്ഷവാദിയായ നല്ലൊരു ഭരണാധികാരിയെയാണ് മതം പറഞ്ഞ് ഇങ്ങനെ ക്രൂശിക്കുന്നത്. വന്ന് സാമാന്യ ബുദ്ധി വരെ നശിച്ചു പോകുന്ന രീതിയിലേക്ക് സംഘപരിവാർ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആളായും ഇടതുപക്ഷ ചിന്താഗതിയാണ് അവർക്കെന്നുമൊക്കെയാണ് ആരോപണങ്ങൾ. ഏതു പക്ഷത്തായാലും കൃത്യനിർവഹണത്തിൽ തെല്ലും വീഴ്ച വരുത്താത്ത ഉത്തമ ജില്ലാ അധികാരിയായ അനുപമ മലയാളികൾക്ക് എത്രയോ സുപരിചിതയാണ്. അവരോടാണ് ഇത്തരത്തിലുള്ള ഒരു വിവേചനം. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അയ്യപ്പന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചത്. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിന് ആയുധമാക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശമുണ്ട്. അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിച്ചിരിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൻ വോട്ട് അപേക്ഷിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാണിച്ച് തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചു. 48 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് കാണിച്ചായിരുന്നു അത്. പ്രവർത്തികൾ വിലയിരുത്തുന്നതിന് പകരം പ്രതിനിധീകരിക്കുന്ന മതവിഭാഗത്തിന്റെ പേരിൽ മനുഷ്യന്മാരെ വിഭജിക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ പേറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിന്റെ തലപ്പത്തുള്ളവരെയും ഈ തിരഞ്ഞെടുപ്പിന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പൊതുജനത്തിന് ഏകദേശ ധാരണയുണ്ടെന്ന് വിചാരിച്ചു കൊള്ളട്ടെ. കമൽ കമാലുദ്ദീനും വിജയ് ജോസഫ് വിജയും പ്രകാശ് എഡ്വേർഡ് രാജുമായി മാറ്റപ്പെടുന്നത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും സ്വബോധമുള്ള മനുഷ്യർക്കൊക്കെ മനസ്സിലാവട്ടെ. തന്റെ ജോലിയാണ് ചെയ്തതെന്നും ഇങ്ങനെയുള്ളതിനൊന്നും മറുപടി പറയാനുള്ള ബാധ്യതയും സമയവും സൗകര്യവും തനിക്കില്ലെന്നും പറഞ്ഞു വെച്ച TV അനുപമയോട് നല്ല നിലപാടുകളോട് ബഹുമാനം.